ഹായ് എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പം നമ്മൾ കുറേ നാളായി വീഡിയോ ഒക്കെ ചെയ്തിട്ട് ലോങ് വീഡിയോ ഒക്കെ എന്താ പറയുക ഏകദേശം ഒരു 20 ദിവസത്തോളം ഞാൻ ലോങ് വീഡിയോ നല്ല ഷോർട്സ് ഒന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല. പിന്നെ 2 ദിവസം മുന്നാണ് നമ്മൾ ഷോർട്സ് ഒന്ന് അപ്ലോഡ് ചെയ്യാൻ തുടങ്ങിയത്. അപ്പോൾ അതിൻ്റെ റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ഫോണ് ചത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. എൻ്റെ ഫോൺ കേടുവന്നു പോയി. പിന്നെ ഒന്നും ഡിസ്പ്ലേ മാറ്റാനും ഒന്നും ചെയ്യാൻ പറ്റില്ലായിരുന്നു. അതുകൊണ്ട് ഫോണിന് വേണ്ടി വെയിറ്റ് ചെയ്തിരുന്നത് 20 ദിവസമാണ്. 20 ദിവസം കഴിഞ്ഞിട്ടാണ് എനിക്ക് ഫോൺ എൻ്റെ കയ്യിൽ കിട്ടിയത്. ഞാൻ ലോങ് വീഡിയോ ഇട്ടില്ല, കാരണം ആ ലോങ് വീഡിയോ എടുക്കാൻ പറ്റിയ ഒരു സിറ്റുവേഷൻസ് ആയിരുന്നില്ല. കുട്ടികൾക്ക് സ്കൂളില്ല, പിന്നെ വെക്കേഷനായിരുന്നു, പിന്നെ ഓണം തിരക്ക്. നമുക്ക് ഓണം ഇല്ലെങ്കിൽ കൂടി അതിൻ്റേതായ ഓരോ തിരക്ക്, പിന്നെ അങ്ങനെയൊക്കെ ചെറിയ ഒരു പ്രോബ്ലം ഉണ്ടായിരുന്നു. ആ പ്രോബ്ലമൊക്കെ കഴിയുമ്പോഴേക്കും എൻ്റെ ചാനൽ ഏകദേശം ഒരവിടം വരെയായി നിന്നു. അപ്പോൾ ഞാൻ പറയാൻ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, തുടക്കക്കാർ, അതായത് എന്നെ പോലെ തുടക്കം കുറിച്ചവർ ചാനൽ വളരെ കഷ്ടപ്പെട്ടിട്ടായിരിക്കും മോണിറ്റേഷൻ ആക്കിയെടുക്കുന്നത്. പക്ഷേ ആ മോണിറ്റേഷൻ ആക്കിയെടുത്തതിന് ശേഷം പിന്നെ അവർക്ക് അത് വീഡിയോ അപ്ലോഡ് ചെയ്യാൻ ചിലപ്പോൾ ഇൻട്രസ്റ്റ് ഉണ്ടാവില്ല. വേണോ വേണ്ടിയോ അതുവരെയും 4000 വാച്ച് ടൈം കിട്ടണം, അതേപോലെ 1000 സബ് കിട്ടണം പറഞ്ഞ് ഒരു കുത്തിയിരുന്ന് പണിയെടുക്കും. അത് കയ്യിൽ അങ്ങോട്ട് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അവരുടെ തന്നെ സ്വഭാവം, എല്ലാവരുടെ അല്ല, ഏകദേശം കുറച്ച് പേരുടെ സ്വഭാവമൊക്കെ മാറും. കുറച്ച് മടിയാവും. മോണിറ്റേഷൻ ആയിക്കഴിഞ്ഞില്ലേ പിന്നെ എന്തിനാണെന്നൊക്കെ ഇങ്ങനെ ചിന്തിച്ച് ഇരിക്കും. പക്ഷെ അങ്ങനെ ഒരിക്കലും ചിന്തിക്കരുത്. കാരണം എനിക്ക് പറ്റിയ ഒരു തെറ്റാണ്. എനിക്ക് തെറ്റെന്നല്ല കേട്ടോ ഞാൻ പറയും, എനിക്ക് ഫോണില്ലാത്തത് കൊണ്ടായിരുന്നു ഞാൻ വീഡിയോ ഇടാതിരുന്നത്. പക്ഷേ ചാനൽ മോണിറ്റേഷനായി ഫസ്റ്റ് $1, അതായത് $100 നമ്മുടെ ബാങ്ക് അക്കൗണ്ടിൽ കയറുന്ന വരെയും നമ്മൾ എന്താ പറയുക, നേരത്തെ എങ്ങനെ വീഡിയോ അപ്ലോഡ് ചെയ്തു അതുപോലെ തന്നെ നമ്മൾ ഇട്ടുകൊണ്ടേയിരിക്കണം. അല്ലെങ്കിൽ നമ്മുടെ വ്യൂസ് വളരെ കുറഞ്ഞു പോകും. എനിക്ക് ഈ ലോങ് വീഡിയോയിലൊക്കെ ഏകദേശം 1K കിട്ടി. അതേപോലെ അങ്ങനെയൊക്കെ കുഴപ്പമില്ലാത്ത രീതിയിൽ പോയതായിരുന്നു. പക്ഷെ ഞാൻ 20 ദിവസം വീഡിയോ ഇടാത്തത് കൊണ്ട് എനിക്ക് ഷോർട്ടിൽ പോലും വ്യൂസ് ഇല്ല. ഏകദേശം 10-15 വ്യൂസൊക്കെയാണ്. അല്ലെങ്കിൽ ഷോർട്സിൽ എങ്ങനെ പോയാലും 1Kയിൽ മേലെ കിട്ടും. തുടക്കക്കാരുടെ കാര്യമാണ് ഞാൻ പറയുന്നത്. നിങ്ങൾക്ക് വലിയ ചാനലുള്ളവരൊക്കെ ഇത് 1K എന്താ എന്ന് ചിന്തിക്കുന്നുണ്ടാകും. പക്ഷെ ഞങ്ങൾക്ക് തുടക്കവും കുറിച്ചവർക്ക് അതൊരു വലിയൊരു കാര്യം തന്നെയാണ് കേട്ടോ. 1K എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഒരു സന്തോഷമുള്ള കാര്യമാണ്. അപ്പോൾ ഞാൻ മെയിനായിട്ട് ഞാൻ പറയാം, നിങ്ങൾ ചാനൽ മോണിറ്റേഷൻ ആയി കഴിഞ്ഞവരാണെങ്കിൽ വീഡിയോ കണ്ടിന്യൂസ് ആയി ഇടുക. നേരത്തെ ഇട്ട പോലെ തന്നെ അതിനെയും വെച്ച് സ്ട്രോങ് ആയിട്ട് നല്ല കണ്ടൻറ്റുകൾ ഇടുക. മടി പിടിക്കാതിരിക്കുക. മടി പിടിച്ച് നമ്മൾ വീഡിയോ ഇടുന്നത് കമ്മിയാക്കരുത്. അപ്പം എങ്ങനെ ചെയ്തോ അതുപോലെ തന്നെ ചെയ്യാം. അല്ലെങ്കിൽ എൻ്റെ ചാനലിൽ പറ്റിയ തെറ്റ്, ഭയങ്കര സത്യം പറയൽ ഭയങ്കര വ്യൂസ് കമ്മിയായിരുന്നു. അതേപോലെ ഡോളർ കുറയില്ല, പക്ഷെ നമുക്ക് വ്യൂസ് കമ്മിയായി കഴിഞ്ഞാൽ പിന്നെ ഡോളർ കയറില്ലല്ലോ. അപ്പോൾ ഞാൻ എൻ്റെ ചാനൽ മോണിറ്റേഷനായത്, ചാനൽ ജൂലൈ 2-നാണ് മോണിറ്റേഷനായത്. പിന്നെ മോണിറ്റേഷനായിട്ട് ഏകദേശം ഒരു രണ്ടാഴ്ചയോളം ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ വീഡിയോ ഒന്നും ഇട്ടിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഭയങ്കര വ്യൂസ് കമ്മിയാണ്. അതുപോലെ തന്നെ ഡോളറും കയറിയിട്ടില്ല കേട്ടോ. പിന്നെ ഇതിപ്പോൾ ആഗസ്റ്റ് കഴിഞ്ഞു, സെപ്റ്റംബർ മാർച്ചുമായി. അതുകൊണ്ട് ചാനൽ മോണിറ്റേഷനായി കഴിഞ്ഞാൽ കണ്ടിന്യൂസായി നിങ്ങൾ വീഡിയോ ഇടുക. വീഡിയോ ഒരിക്കലും സ്റ്റക്കായി നിൽക്കാൻ പറ്റില്ല. അതുപോലെ തന്നെ നല്ല നല്ല കണ്ടൻറ് ഇട്ട് കൊടുക്കുക. ഇങ്ങനെയൊക്കെ ചെയ്താൽ തന്നെ ഡോളർ വേഗം കയറുള്ളൂ കേട്ടോ. എനിക്ക് $10 കൂടി ആവാത്തത് കൊണ്ടാണ് പിൻ നമ്പർ ഇതുവരെ വന്നിട്ടില്ല. ജൂലൈ 2-നായതിന് ശേഷം ഇത് ഓഗസ്റ്റ് കഴിഞ്ഞു, 2 മാസത്തോളമായി. എന്നിട്ടും എനിക്ക് പിൻ നമ്പർ വന്നിട്ടില്ല. കാരണം $10 ആയിട്ടില്ല. $8 അങ്ങനെ ആയിട്ടുള്ളൂ. ഡോളറിൻ്റെ കാര്യം ഇങ്ങനെ പറയാൻ പറ്റില്ല എന്നൊക്കെ ചിലവർ പറയുന്നുണ്ടായിരുന്നു. പക്ഷേ അതെന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല. പക്ഷെ ഞാൻ പറഞ്ഞു കേട്ടോ, അതിനി ചാനലിനെ ബാധിക്കുമോ എന്ന് എനിക്കറിയില്ല. അപ്പോൾ അത് തെറ്റാണോ എന്ന് എനിക്കറിയില്ല. പെട്ടെന്ന് ഞാൻ സത്യസന്ധമായ കാര്യം പറഞ്ഞതാണ്. ഇനി ഇത് പറഞ്ഞത് കൊണ്ട് ചാനൽ പോകുമെന്ന് എനിക്കറിയില്ല കേട്ടോ.
അപ്പോൾ ഇന്നൊരു കുഞ്ഞു വീഡിയോ ആയിരുന്നു. അപ്പോൾ ചാനൽ മോണിറ്റേഷൻ ആയവരുണ്ടെങ്കിൽ കണ്ടിന്യൂസ് ആയി വീഡിയോ ഇടുക, ഒരിക്കലും നമ്മൾ അത് ഡ്രോപ്പ് ചെയ്യരുത്. അപ്പോൾ അതുപോലെ തന്നെ ഒരു 3 കാര്യങ്ങളും കൂടി ശ്രദ്ധിക്കണം. കണ്ടിന്യൂസ് ആയി ഷോർട്സ്, ലോങ്, ലൈവ്, ഇത് 3 ഒരു സമയം വെച്ച് നമ്മൾ അപ്ലോഡ് ചെയ്യാൻ നോക്കണം. ലൈവ് ഒരിക്കലും മിസ് ചെയ്യരുത്. കാരണം ലൈവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നന്നായി എന്താ പറയുക, ഗിഫ്റ്റ് ഓഫർ ഉണ്ട്. അതുപോലെ തന്നെ ഡോളർ വേഗം കയറും, സൂപ്പർ ചാറ്റിൻ്റെ, അങ്ങനെ ഒരുപാട് ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ ഞാൻ ലൈവ് ചെയ്യാത്തത് കൊണ്ട് അതെല്ലാം എനിക്ക് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇനി അങ്ങോട്ട് ലൈവ് ചെയ്യണമെന്ന് ഉദ്ദേശിക്കുന്നുണ്ട്. അപ്പോൾ കുട്ടികൾ വെക്കേഷനൊക്കെ കഴിയട്ടെ, എന്നിട്ട് കുട്ടികൾ സ്കൂളിൽ പോയ ശേഷം ലൈവ് ഒരു ദിവസമെങ്കിലും 1 മണിക്കൂറെങ്കിലും ഇടണം എന്നൊക്കെ വിചാരിക്കേണ്ടത്. അത് നടക്കുമോ ഇല്ലയോ എന്നറിയില്ല. ലോങ് വീഡിയോ ഇട്ടത് കൊണ്ട് മാത്രം നമ്മുടെ വ്യൂസ് കൂടില്ല, പിന്നെ അത്രയും നമ്മുടെ ചാനൽ റീച്ച് ആവണം. ഈ തുടക്കക്കാർക്ക് ഏകദേശം മിനിമം ഒരു 1500 വരെയൊക്കെ ലോങ് വീഡിയോ പോകുമായിരിക്കും. അത് കഴിഞ്ഞ് അവിടെ സ്റ്റക്കാവും. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് ലൈവ് എന്തായാലും ഇടണം. പിന്നെ ഒരു കാര്യം, നമ്മൾ മോണിറ്റേഷനായി 4000 വാച്ച് ടൈമൊക്കെ ആയി, പിന്നെ നമ്മൾ വീഡിയോ ഇടാണ്ടിരുന്ന് കഴിഞ്ഞാൽ നമ്മുടെ ആ 4000 വാച്ച് ടൈമിൽ നിന്ന് കുറയും. നമ്മുടെ അത് കുറഞ്ഞു പോകും. പിന്നെ 2ാം പ്രാവശ്യം നമുക്ക് മോണിറ്റേഷനായി കഷ്ടപ്പെട്ട് മോണിറ്റേഷൻ കിട്ടിയത് നമുക്ക് പിന്നെ 2ാം പ്രാവശ്യം അതേപോലെ 4000 വാച്ച് ടൈം തയ്ക്കേണ്ടി വരും. അതുകൊണ്ടാണ് മോണിറ്റേഷൻ ആയി കഴിഞ്ഞാൽ കണ്ടിന്യൂസ് ആയി വീഡിയോ ഇടുക. ഫസ്റ്റ് ഡോളർക്ക് വരുന്നവരെങ്കിലും നമ്മൾ കണ്ടിന്യൂസ് ആയി ഇടണം കേട്ടോ. അപ്പോൾ അത് നിങ്ങൾ എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക. എനിക്ക് പറ്റിയ തെറ്റ് ഇനി ആർക്കും പറ്റരുതെന്ന് പറഞ്ഞിട്ടാണ്. എനിക്ക് തെറ്റ് പറ്റിയെന്നല്ല, എനിക്ക് ഫോണില്ലാത്തത് കൊണ്ടാണ് ഞാൻ സത്യത്തിൽ വീഡിയോ ഇടാണ്ടിരുന്നത്. അല്ലെങ്കിൽ ഞാൻ എങ്ങനെയോ ലോങ് വീഡിയോ ഒക്കെ ഇട്ടിട്ടുണ്ടാവും. പക്ഷെ 19 ദിവസമൊക്കെ 20 ദിവസമൊക്കെ ലോങ് വീഡിയോസേ ഇടാണ്ടിരുന്നപ്പോൾ ഭയങ്കര സ്ലോ ആയി. പിന്നെ ഞാൻ പെട്ടെന്ന് ലോങ് വീഡിയോ ഇടണ്ടാവേണ്ട 2-3 ദിവസം ഷോർട്ട്സ് ഇട്ടതാണ്. അപ്പോഴാണ് അറിയുന്നത് വ്യൂസ് ഭയങ്കര കുറവാണെന്ന്. ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് ഞാൻ കണ്ടിന്യൂസ് ആയി എന്തായാലും വീഡിയോ ഇടും. ഒരു 2-3 ദിവസം ഒരു ചെറിയ ബുദ്ധിമുട്ടുണ്ടാകും വീഡിയോ ഇടാൻ, കാരണം കുട്ടികൾക്ക് സ്കൂളൊന്നും ഇല്ലാത്ത ഒരു സിറ്റുവേഷൻ ആയതുകൊണ്ട് വീഡിയോ എടുക്കാനൊക്കെ കുറച്ച് ബുദ്ധിമുട്ടാണ്. തിങ്കളാഴ്ച മുതൽ എന്തായാലും ഉറപ്പായാലും കണ്ടിന്യൂസ് ആയി ഇടും. അപ്പം നിങ്ങൾ പലവരും കുറച്ച് പേരൊക്കെ കുറേ മെസ്സേജ് കണ്ടിട്ടുണ്ടായിരുന്നു, ഇന്നെ വീഡിയോ ചെയ്യുമെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഉറപ്പായാലും ഞാൻ ആ വീഡിയോ ഒക്കെ ചെയ്യുന്നതായിരിക്കും. കുറച്ച് മെല്ലിയാണെങ്കിൽ കൂടി ഞാനത് ആ വീഡിയോ ഒക്കെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ ഹൈപ്പും കൂടി ചെയ്യണം. കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ഇനി അടുത്തൊരു വീഡിയോ കാണും വരെ ബൈ.